അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമാം ഖുത്ബു ഷഅറാനി റളിയല്ലാഹു അൻഹു അൽ കിബ്രീത്തുൽ അഹ്മർ ഫീ ബയാനി ഉലൂമി ശൈഖുൽ അക്ബർ എന്ന ഗ്രന്ഥത്തിന് പേരിടാനുണ്ടായ കാരണവും ആ വിഷയത്തിൽ ഏതെല്ലാം മേഖലയിൽ അറിവ് നേടിയവരുണ്ടോ അവരൊക്കെ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചാൽ അറിവ് വർദ്ധിക്കുകയും പുതിയ തിരിച്ചറിവുകളും പുതിയതായ കാഴ്ചപ്പാടുകളും ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മഹാനവറുകള് പറയാൻ പോകുന്നത് ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തിന്റെ അടിത്തറ എന്താണ് എന്ന വിശദീകരണത്തിലേക്കാണ് പോകുന്നത്. അതായത് ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ വിജ്ഞാനങ്ങളും വെറും അനുമാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അനുകരിക്കുന്നതിലൂടെയോ ഉണ്ടായി തീർന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾ ഏറ്റവും വലിയ വിവാദ പുരുഷനായി ലോകത്ത് അറിയപ്പെട്ടത്. മറിച്ച് മഹാനവറുകളുടെ വിജ്ഞാനം കശ്ഫ് മുഖേന ഈ ലോകത്ത് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമായ ഒരു കഴിവ്, ആ കശ്ഫ് ആത്മീയപരമായ ഒരു തുറവടി മുഖേന ലഭിക്കപ്പെട്ടതാണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നാൽ മഹാനവറുകൾ തുടർന്ന് പറയാണ് ഫഹുവ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം കിതാബുൻ യുഫീദു അസ്ഹാബ് ഹാദിഹിൽ ഉലൂമി വഗൈരിഹാ. മുമ്പ് ഞാൻ പരാമർശിച്ച വിജ്ഞാന ശാഖകളിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കും, ഇനി അതല്ലാത്ത ഏതൊരാളാണെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഒരു ഖുർആൻ വ്യാഖ്യാതാവ് വായിക്കുകയാണെങ്കിൽ, ഒരു ഹദീസ് പണ്ഡിതൻ വായിക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസ ശാസ്ത്രജ്ഞൻ വായിക്കുകയാണെങ്കിൽ, ഒരു ഭാഷാ പണ്ഡിതൻ വായിക്കുകയാണെങ്കിൽ, ഇങ്ങനെ പല ആളുകളെ കുറിച്ചും പറഞ്ഞിരുന്നു. ഇവരൊക്കെ വായിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ പുതിയതായ തിരിച്ചറിവുകളും പുതിയതായ അറിവുകളും അവരുടെ മേഖലയിൽ പുതിയതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ ആളുകൾക്കൊക്കെ ഗുണം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഇത്. എങ്ങനത്തെ ഒരുപാട് ഇൽമുകൾ നേടിയെടുക്കാൻ കഴിയും. എങ്ങനത്തെ ഇൽമുകള്? ഉലൂമൻ ലം തഖ്തുറു ലഹും ഖത്തു അലാ ബാലിൻ, ഒരിക്കലും അവരുടെ ഒന്നും മനസ്സിൽ ഉദിച്ചിട്ടില്ലാത്ത പുതിയ അറിവുകളും സൂക്ഷ്മമായ തിരിച്ചറിവുകളും സമ്മാനിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇബ്നു അറബി തങ്ങളുടെ. ആ ഗ്രന്ഥത്തെയാണ് ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലഘുവായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന മേഖല എന്ന് പറയുന്നത് അത്രയും ആഴത്തിലുള്ളതും ഒരുപാട് മഅരിഫത്തിന്റെ വിജ്ഞാനങ്ങൾ വിതറിയ ഗ്രന്ഥവുമാണ് മഹാനവറുകളുടേത്. ഈ മഹാന്മാരെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ, മഹാന്മാരുടെ വിജ്ഞാനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരൊറ്റ ഉദാഹരണത്തിലൂടെ അവരുടെ വിജ്ഞാനത്തിന്റെ വിശാലമായ സാഗരം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരാം. അതായത് മഹാനവറുകൾ ഇനി പറയാൻ പോകുന്ന വിഷയം ഔലിയാക്കളുടെ അല്ലെങ്കിൽ മഹാന്മാരുടെ വിജ്ഞാന സാഗരത്തിന്റെ വിശാലത വായനക്കാരനെ എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നുള്ളത് മഹാനവറുകൾ പറഞ്ഞുതരാം. എന്താ? വഖദ് അശർന, ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, ലിനഹബി സലാസത്തി ആലാഫി ഇൽമിൻ, ഏകദേശം 3000-ഓളം അറിവുകൾ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. എവിടെ? ഫീ കിതാബിന അൽ മുസമ്മ തംബീഹുൽ അഖ്ബിയാ അലാ ഖത്റത്തിൻ മിൻ ബഹരി ഇൽമി ഉലൂമിൽ ഔലിയാ. തംബീഹുൽ അഖ്ബിയാ, അശ്രദ്ധരായവരെ ഉണർത്തുന്ന ഗ്രന്ഥം. അലാ ഖത്റത്തിൻ ബഹരി, അലാ ഖത്റത്തി മിൻ ബഹരി ഇൽമി ഉലൂമിൽ ഔലിയാ,
ഔലിയാക്കളുടെ വിജ്ഞാനങ്ങളുടെ അറിവാകുന്ന കടലിൽ നിന്ന് ഒരു തുള്ളിയെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അശ്രദ്ധരെ ഉണർത്തുന്ന ഗ്രന്ഥം എന്ന പേരിൽ മഹാനായ ഖുത്ബു ഷഅറാനി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകള് ഏകദേശം 3000-ഓളം അറിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രന്ഥം ട്ടോ. അതായത് ഔലിയാക്കളുടെ അനന്തമായ ആത്മീയ വിജ്ഞാന സമുദ്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ തുള്ളി മാത്രമാണ് ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പോലും 3000-ഓളം വരുന്ന ഔലിയാക്കളുടെ ആദർശങ്ങളും ഔലിയാക്കളുടെ വിജ്ഞാനങ്ങളും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഈ ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനം എത്ര വലുതായിരിക്കും. ഔലിയാക്കളുടെ മഅരിഫത്തും ദൈവിക വിജ്ഞാനവും മനുഷ്യബുദ്ധിക്ക് അളക്കാനാവാത്തത്ര വിശാലമാണെന്നും മഹാനവറുകൾ ഇവിടെ കൊണ്ടുവന്ന ഈ ലോകത്ത് പരാമർശിച്ച ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ ആ അഗാധമായ വിജ്ഞാന സാഗരത്തിൽ നിന്നെടുത്ത ഏതാനും അമൂല്യമായ മുത്തുകൾ മാത്രമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതെന്നെ വാള്യങ്ങളാണ്. എത്രത്തോളം ഖുർആൻ വ്യാഖ്യാനം തന്നെ മഹാനവറുകളെ 15 ജുസ് 90 വാള്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ചരിത്ര രേഖകളിൽ എന്ത് ചെയ്യാ കാണാം. അത്രയും വലിയ വിജ്ഞാനമാണ്. അപ്പൊ എന്നിട്ട് മഹാനവറുകൾ പറയാം, ഞാൻ തന്നെ ചെറിയൊരു തുള്ളി എഴുതിയപ്പോ 3000-ഓളം ഇൽമ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തിൽ നിന്ന് മഹാനവറുകൾ ഇവിടെ എഴുതി കൂട്ടിയ, ഇവിടെ ഗ്രന്ഥമായി രചിച്ച വിജ്ഞാനങ്ങൾ അത്രയും വിശാലമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ വചനങ്ങളും എന്ത് ചെയ്യുക, ആധികാരികമാണ്. അതുപോലെ തന്നെ മറ്റൊരാളെ അനുകരിക്കലല്ല, അവരുടെ ബോധ്യമാണ്. ആ ബോധ്യം എങ്ങനെയാണ്? ഫഇന്ന ഉലൂമ ശൈഖി കുല്ലിഹാ മബ്നിയത്തുൻ അലൽ കശ്ഫി വത്തഅരീഫ്. ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തിന്റെ അടിത്തറ എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇബ്നു അറബി കിതാബ് സുന്നത്തിന് എതിര് പ്രവർത്തിച്ച ആളാണ്. ഇബ്നു അറബി കിതാബ് സുന്നത്തിന് എതിരായ വിജ്ഞാനങ്ങൾ പറഞ്ഞ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കിതാബുകൾ വായിക്കരുത്, അദ്ദേഹത്തിന്റെ കിതാബൊക്കെ കത്തിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞ വിവാദമായ വിഷയങ്ങളൊക്കെ മുൻകാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു. ഇബ്നു അറബി തങ്ങളുടെ കിതാബുകളൊന്നും വായിക്കാൻ പാടില്ല എന്നൊക്കെ ചില ആളുകൾ ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ. ഇമാം നബവി തങ്ങളെ, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി യാസീനുൽ മുസയ്യൻ എന്ന് പറയുന്ന ആത്മീയ ഗുരുവിന്റെ കയ്യിലൂടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ തന്നെ, ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ തന്നെ ആത്മീയ ഗുരുവാകുന്ന യാസീനുൽ മുസയ്യൻ എന്ന് പറയുന്ന ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഓരോ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ ഒരു മസ്അല ഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മസ്അല എഴുതുമ്പോൾ തന്റെ ആത്മീയ ഗുരു പറഞ്ഞതനുസരിച്ച് ഓരോ ബാബുകളും, കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഓരോ ബാബുകളും ആ ബാബിൽ വെക്കേണ്ട വിഷയങ്ങളും തന്റെ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മഹാനവറുകൾ ജീവിക്കുകയും അതനുസരിച്ച് ഫിഖ്ഹി ഗ്രന്ഥം പോലും രചിച്ച ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാമ് ബൈഅത്ത് ചെയ്തത് യാസീനുൽ മുസയ്യൻ എന്ന് പറയുന്ന ആത്മീയ ഗുരുവിന്റെയാണ്. എന്നിട്ട് മഹാനവറുകൾ ഫമാത ഹത്താ തഖത്തബ, കുത്തുബായിട്ടാണ് വഫാത്തായത് എന്ന് ചരിത്രത്തിൽ എന്ത് ചെയ്യാൻ കാണാം. അത് ആത്മീയ ഗുരുവിലൂടെ ഒരു കുത്തുബാകാൻ കഴിയുള്ളൂ, വെറുതാണ്ട് കുത്തുബാകാനൊന്നും ചെയ്യൂല. ലാ തഹ്സുൽ ഖുത്ബാനിയത്തു ഇല്ലാ ബി തർബിയത്തിഹി. ഖുത്ബാനിയത്ത് ഒരിക്കലും തർബിയത്തില്ലാതെ കിട്ടൂല. കിതാബിലുള്ള അറിവുകൾ കൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, കുത്തുബ് എന്ന് പറയുന്ന പദവിയൊന്നും എന്ത് ചെയ്യൂല, കിട്ടൂല. അത് തർബിയത്തിലൂടെ തന്നെ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ആ കുത്തുബിലൂടെയാണ് മഹാനവറുകൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കുത്തുബായിട്ട് ഇവിടെ ലോകത്ത് നിലനിന്നത്. വഫാത്താകുമ്പോൾ കുത്തുബായിരുന്നു എന്നുള്ളത് ആത്മീയ ഗുരുവിലൂടെ ലഭിച്ചതാണ്. അതാണ് യാസീനുൽ മുസയ്യൻ എന്ന് പറയുന്ന ആത്മീയ ഗുരുവിന്റെ കയ്യിലൂടെ. അതാണ് രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാമിനോട് ഇബ്നു അറബി തങ്ങളെ കുറിച്ചിട്ട് അഭിപ്രായം എന്താന്ന് ചോദിച്ചു. എന്താ ശൈഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളുടെ അഭിപ്രായം? അപ്പൊ പറഞ്ഞു, ഒരു ആയത്ത് കൊണ്ടാ മറുപടി കൊടുത്തത്. എന്താ? തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, അത് കഴിഞ്ഞുപോയ ഒരു പ്രസ്ഥാനമാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. ഒരു ഉമ്മത്താണ്, അങ്ങനെ പറഞ്ഞത്. ഒരു വ്യക്തിയാണ് എന്നല്ല പറഞ്ഞത്, ഒരു ഉമ്മത്താണെന്നാ പറഞ്ഞത്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉമ്മത്ത് എന്ന് അവിടെ പറയാനുള്ള കാരണം എന്താ? ഉമ്മത്ത് എന്ന് പറയാനുള്ള കാരണം
ഒരു സമുദായത്തിന് പഠിക്കാനും നന്നാകാനും കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും അറിയണമെങ്കിൽ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമിനെ കുറിച്ച് സുൽത്താനുൽ ഉലമ എന്ന് പറയും. എന്ത് ചെയ്യാ? ഉലമാക്കളുടെ രാജാവ് എന്ന് പറയും. എന്തിനാ അങ്ങനെ ഒരു അപരനാമം ഇട്ടത്? ഈ അപരനാമൊക്കെ വെറുതെ ഇങ്ങനെ ഇടണ അല്ലല്ല. ആലിമീങ്ങളെ കുറിച്ച് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഈ ആലിമീങ്ങൾ, യഥാർത്ഥമായ പണ്ഡിതന്മാർ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമിന്റെ ചരിത്രം പഠിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ആ അപരനാമം അവിടെ കൊടുക്കുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രമാണം, ഇമാമുന അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, അബൂ ഹമീദ് അൽ ഗസ്സാലി തങ്ങളെ കുറിച്ച് ഇസ്ലാമിന്റെ പ്രമാണം എന്നാണ് എന്ത് ചെയ്തത്? പേരിട്ടത്. ഈ പേര് വെറുതെ ഇട്ടതാ അല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ഇസ്ലാമിന്റെ രൂപം, ഇസ്ലാമിന്റെ ശൈലി, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പ്രാമാണികരമായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അബൂ ഹമീദ് അൽ ഗസ്സാലി തങ്ങളെ ചരിത്രം പഠിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവർ ഇസ്ലാമിന്റെ സമ്പൂർണമായ കൈമാറ്റം ഈ ലോകത്ത് നടത്തിയ ആളുകളാണ്. വെറും ഇസ്ലാം എന്ന് പറയുന്ന ശരീഅത്തിലും അതുപോലെ തന്നെ ഈമാൻ എന്ന് പറയുന്ന വിശ്വാസ ശാസ്ത്രത്തിലും ഒതുങ്ങിക്കൂടിയവരല്ല. ഇഹ്സാൻ എന്ന് പറയുന്ന ത്വരീഖത്തിലും കൂടി ഒരു ആത്മീയ ഗുരുവിനെ ബൈഅത്ത് ചെയ്ത് ഈ ലോകത്ത് കിതാബുകളിൽ നിന്ന് മാത്രം ലഭിക്കപ്പെടുന്ന വിജ്ഞാനം കൊണ്ട് മാത്രം ഉപകാരപ്പെടൂല, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിയിക്കപ്പെടുന്നതായ വിജ്ഞാനം കൈവരിക്കുന്ന മാർഗം കൂടി സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് ആത്മീയ ഗുരുവിനെ കൂടി എന്ത് ചെയ്തതാണ്? അവർ പിടിച്ചവരാണ്. രണ്ടും വേണം. അവിടെയാണ് ഇസ്ലാം സമ്പൂർണ്ണമാകുക. അതുകൊണ്ടാണല്ലോ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ചിട്ടുണ്ട്. അല്ലെ, നമുക്കറിയാലോ. ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിന്റെ 30 വാള്യമുള്ള ഗ്രന്ഥം രചിച്ച മഹാനാണ്. മഹാനവറുകൾക്ക് കത്തയച്ചു. എന്താ? കിതാബുകളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിജ്ഞാനങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടാതെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ കൈവരിക്കാനുള്ള മാർഗം കൂടി നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ലോകത്തറിയപ്പെട്ട ഫഖറുദ്ദീൻ റാസിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കത്തയച്ചിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ പിന്നീട് നമുക്ക് വിശാലമായിട്ട് എന്ത് ചെയ്യേണ്ടതിനെ ചർച്ച ചെയ്യേണ്ടതിനാണ്. അതുകൊണ്ട് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനങ്ങളുടെ അടിത്തറ എന്താണ് എന്ന് ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞുതരാ. എന്താ? ഫഇന്ന ഉലൂമ ശൈഖി കുല്ലിഹാ മബ്നിയത്തുൻ അലൽ കശ്ഫി വത്തഅരീഫ്. ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും മബ്നിയത്തുൻ അലൽ കശ്ഫി വത്തഅരീഫ്, അള്ളാഹു നൽകുന്ന ആത്മീയമായ തുറവടിയിലൂടെയും വത്തഅരീഫ്, അള്ളാഹു നേരിട്ട് പരിചയപ്പെടുത്തി കൊടുത്തതായ വിജ്ഞാനത്തിലൂടെയുമാണ്. അള്ളാഹു നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവിക പരിചയമുണ്ട്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം വന്നേക്കാം. കശ്ഫും മറ്റുള്ളതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ദീനിൽ തെളിവാക്കാൻ പറ്റൂല. അങ്ങനെ ചിലവർ പറയും. അതുകൊണ്ടാണ് ഇബ്നു അറബിനൊക്കെ എന്ത് ചെയ്യുന്നത്? എതിർക്കുന്നത്. കശ്ഫ് എന്ത് ചെയ്യുക? അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിയിക്കപ്പെടുന്നതായ വിജ്ഞാനം, ഈ വിജ്ഞാനങ്ങളുടെ മേലാണ് ബഹുമാനപ്പെട്ടവരുടെ ഇൽമുകൾ എടുക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ വരാം. മുതഹറത്തും മിനശ്ശക്കി വത്തഹരീഫി. അതോടൊപ്പം തന്നെ മഹാനവറുകളുടെ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും മുതഹറത്തും മിനശ്ശക്കി, സംശയത്തിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാ. ഒരു സംശയം അവിടെ ഇല്ല. മഹാനവറുകളുടെ വിജ്ഞാനമാണോ? സംശയിക്കേണ്ട ആവശ്യമില്ല. വത്തഹരീഫി, സത്യത്തെ വളച്ചൊടിക്കുന്ന വ്യാഖ്യാനങ്ങളിൽ നിന്നും എന്ത് ചെയ്തതാണ്? ശുദ്ധീകരിക്കപ്പെട്ടതാ. സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരു വഴിയും ഇബ്നു അറബിയുടെ വിജ്ഞാനത്തിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു സംശയവും എന്ത് ചെയ്യൂല? ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനത്തിൽ എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല. അതിൽ നിന്നൊക്കെ പരിശുദ്ധമാക്കപ്പെട്ടതാണ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യാണ്? ഇവിടെ പറയാണ്. അതായത് ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനം സത്യങ്ങൾ, സംശയത്തിൽ നിന്നും സത്യത്തെ വികലമാക്കുന്ന വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധമാണ്. അത് കശ്ഫിന്റെ മേലും മഅരിഫത്തിന്റെ മേലും എടുക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സൂഫിയാക്കള് മുരീദന്മാരുടെ നിബന്ധന പറഞ്ഞു കൊടുത്ത്, മുരീദന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു സംഗതിയിൽ പറഞ്ഞത് എന്താ? ഇദാ തആറളത് കശ്ഫു ശൈഖിക, നിന്റെ ഷെയ്ഖിന്റെ കശ്ഫ് എതിരായാൽ, ബിൽ കിതാബി വസുന്ന, കിതാബ് സുന്നത്തിനോട് എതിരായാൽ. ഷെയ്ഖ് ഒരു കശ്ഫ് പറഞ്ഞു നോക്കുക. ആ കശ്ഫ് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഉദിച്ച ഒരു അള്ളാഹു നൽകിയതായ ഒരു ആത്മീയമായ തുറവടി മുഖേന നൽകിയ ആത്മീയ സന്ദേശം നേരിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട്, കശ്ഫുമ്പ് നേരിട്ട് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു
ഇമാം ഷാദുലി തങ്ങളുടെ ഖലീഫയാണ് അബുൽ അബ്ബാസുൽ മുർസി. ആ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉലൂമ ലാ തുനാലു ബിൽ അഖ്ലി വന്നഖ്ലി. ഈ വിജ്ഞാനം, ഇങ്ങനെ ഒരു വിജ്ഞാനം ഇസ്ലാമിക ലോകത്തുണ്ട്. കിതാബുകളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിജ്ഞാനമല്ലട്ടോ ഇസ്ലാം, മറിച്ച് അതല്ലാത്തൊരു വിജ്ഞാനമുണ്ട്. ഇന്ന ഹാദിഹിൽ ഉലൂമ ലാ തുനാലു ബിൽ അഖ്ലി വല്ലഖ്ലി. ഈ പറയുന്ന വിജ്ഞാനങ്ങൾ ഒരിക്കലും അഖ്ൽ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഉദ്ധരണികളെ കൊണ്ടോ ലഭിക്കുന്നതല്ല. ഏത്? ഈ വിജ്ഞാനങ്ങൾ. വ ഇന്ന ഹാദിഹിൽ ഉലൂമ തുനാലു ബിൽ കശ്ഫി വൽ കറാമ. അത് കശ്ഫ് കൊണ്ടും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മീയമായ തുറവടി കൊണ്ടും ആത്മീയമായ നേരിട്ടുള്ള ദർശനം കൊണ്ടും ബോധ്യം കൊണ്ടും വൽ കറാമ, അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ബഹുമാനം കൊണ്ടും ലഭിക്കുന്ന വിജ്ഞാനമാണ്. അതാണ് ലദുന്നിയായ ഇൽമു എന്ന് പറയുന്നത്. പ്രത്യേകമായ കരുണമാണ്. പരിശുദ്ധമായ ഖുർആൻ അൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്, എന്തിയാ ഫവജദാ അബ്ദൻ മിൻ ഇബാദിനാ. അല്ലെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സഹോദരനും നമ്മളുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ കണ്ടു. അൽ കഹ്ഫിലുള്ളതാ, നമ്മളുടെ ഒരു അടിമയിൽപ്പെട്ട ഒരു അടിമ. എന്താ അടിമയുടെ പ്രത്യേകത? ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ. നമ്മളെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു കരുണ ലഭിച്ച ആളാണ്. അപ്പൊ നമ്മളൊരു അടിമ, അള്ളാന്റെ അടിമയാകണം. അബ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു, യഥാർത്ഥമായ അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആ അബ്ദാവുമ്പോഴേ മിഅ്റാജ് ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞത്. ഇസ്റാവും മിഅ്റാജും ലഭിക്കണമെങ്കിൽ ആ അബ്ദാകണം, ലോക്കൽ അബ്ദായ പറ്റൂല. ആ അബ്ദും. അപ്പോ ലദുന്നിയായ ഇൽമ്, അള്ളാന്റെ ഭാഗത്തു നിന്ന് നേരിട്ട് വിജ്ഞാനം ഇറങ്ങുന്ന ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. പക്ഷെ അതിന് രണ്ട് നിബന്ധനയാണ് ഖുർആൻ തൊട്ടു പറഞ്ഞത്. ഒന്ന്, നമ്മളുടെ ഒരു അടിമയാകണം. മുത്തുനബി അബ്ദ് എന്ന് വിളിച്ചതുപോലെ, ഈസാ നബി അബ്ദ് എന്ന് വിളിച്ചതുപോലെ, സക്കരിയ നബി അബ്ദ് എന്ന് വിളിച്ചതുപോലെ, ഇതുപോലത്തെ അബ്ദായിട്ട് എന്ത് ചെയ്യണം? മാറണം. ആ അബ്ദായ മാത്രം പോരാ, ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ. നമ്മളെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു കരുണയും കൂടി കിട്ടിയാൽ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. നമ്മളെ ഭാഗത്തു നിന്ന് ലദുന്നിയായ ഇൽമുകൾ അവന് ഓശാരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഒഴുക്കായിരിക്കും ഹൃദയത്തിലേക്ക്. അതാണ് കശ്ഫ് മുഖേന, കറാമത്ത് മുഖേന കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ എന്റെ ഇൽമുകൾ മുഴുവനും കശ്ഫിന്റെ മേലും അതുപോലെ തന്നെ മഅരിഫത്തിന്റെ മേലും അള്ളാഹു നേരിട്ട് പരിചയപ്പെടുത്തി തന്ന ദൈവിക പരിചയമാണ് എന്റെ വിജ്ഞാനങ്ങൾ. ആ വിജ്ഞാനങ്ങളുടെ മേലെ എടുക്കപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുരീദിന്റെ നിബന്ധനയിൽ പറഞ്ഞു, ഇദാ തആറള കശ്ഫു ശൈഖിക, നിന്റെ ഷെയ്ഖിന്റെ കശ്ഫ് എതിരായാൽ ബിൽ കിതാബി വസുന്ന, കിതാബ് സുന്നത്തിനോട് എതിരാണെങ്കിൽ ഫദ്ദഅ ശൈഖക, നിന്റെ ഷെയ്ഖിനെ ഒഴിവാക്കണം. എന്നിട്ട് ഫഖുദ് ബിൽ കിതാബി വസുന്ന എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചില മഹാരഥന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട്? നിബന്ധന വെച്ചിട്ടുണ്ട്. അതങ്ങനെ പറയണം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, മഹാന്മാരുടെ കശ്ഫ് ഒരിക്കലും കിതാബ് സുന്നത്തിനെതിരാവൂല. അതാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു നൽകുന്ന പുതിയ കാഴ്ചപ്പാട്. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഇൽമുകൾ മുഴുവനും കശ്ഫിന്റെ മേലും മഅരിഫത്തിന്റെ മേലും എടുക്കപ്പെട്ടതാ. പക്ഷേ മഹാന്മാരുടെ കശ്ഫുകൾ ഒരിക്കലും എന്ത് ചെയ്യൂല? കിതാബ് സുന്നത്തിന് എതിരായിട്ടേ വരൂല. അവിടെ അത് എതിരാണ് എന്ന് നിങ്ങൾക്ക് നോക്കിക്കുന്നോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിതാബ് സുന്നത്ത് തിരിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മതി. അതാണ് മഹാനവറുകൾ അത്ര കർക്കശമായിട്ട് പറയാനുള്ള കാരണം. ഷെയ്ഖുൽ അക്ബർ ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു പറയാ, ഷെയ്ഖുൽ അക്ബറിന്റെ വിജ്ഞാനം മുഴുവനും കശ്ഫ് കറാമത്തിന്റെ മേലും മഅരിഫത്തിന്റെ മേലും എടുക്കപ്പെട്ടതാണ്. അവിടെ സംശയത്തിനോ സത്യത്തെ വികലമാക്കുന്ന വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും തന്നെ പ്രസക്തിയില്ല. അതിൽ നിന്നൊക്കെ പരിശുദ്ധമാക്കപ്പെട്ടതാണ്. ഇതിന് തെളിവായിട്ട് മഹാനവറുകള് ഫുതുഹാത്തുൽ മക്കിയയിൽ പറഞ്ഞ കുറച്ച് അധ്യായങ്ങളാണ് ഇനി എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇബ്നു അറബി തങ്ങളുടെ കറാമത്തുകൾ, ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനങ്ങൾ കശ്ഫിന്റെ മേലും മഅരിഫത്തിന്റെ മേലും അള്ളാഹു നേരിട്ട് പരിചയപ്പെടുത്തി കൊടുത്ത ആ ദൈവിക പരിചയത്തിന്റെ മേലും എടുക്കപ്പെട്ടതാണ്. അതാണ് അതിന്റെ അടിത്തറ. അതൊരിക്കലും കിതാബ് സുന്നത്തിന് എതിരല്ല കേട്ടോ. മഹാന്മാരുടെ കശ്ഫ് ഒരിക്കലും കിതാബുകൾക്കോ സുന്നത്തുകൾക്കോ എതിരായി വരൂല. കാരണം രണ്ടും വന്നിട്ടുള്ളത് ഒരേ ഹളറത്തിൽ നിന്നാണ് എന്ന് ബോധ്യമായി നിൽക്കുന്നവരാണ് അവര്. രണ്ടും വരുന്നത് കിതാബ് സുന്നത്തും എവിടുന്നാ വന്നത്? ഏത് ഹളറത്തിൽ നിന്നാണോ വന്നത് ആ ഹളറത്തിൽ നിന്ന് തന്നെയാണ് ഔലിയാക്കൾക്കുള്ള കശ്ഫും കറാമത്തും മഅരിഫത്തും എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പൊ അതിലൂടെ ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ ഒരിക്കലും മുത്തനബിക്ക് ഇറങ്ങിയ കിതാബ് സുന്നത്തിന് എതിരായിട്ട് എന്ത് ചെയ്യൂല? വരൂല. കാരണം ഒരു ഹളറത്തിൽ നിന്ന് വൈരുദ്ധ്യമായ രണ്ട് വാക്കുകൾ വരൂലല്ലോ. അപ്പൊ കിതാബ് സുന്നത്തിന്റെ ആഴത്തിലുള്ള ആഴമേറിയ വിജ്ഞാനത്തിന്റെ മറ്റൊരു വശമാണ് ഔലിയാക്കളുടെ കശ്ഫ് എന്ന് മനസ്സിലാക്കണം എന്ന് ബഹുമാനപ്പെട്ട
ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ പറഞ്ഞതിനെ പ്രാമാണികപരമായിട്ട് ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയ്യുഹ. കേന്ദ്രത്തിൽ നിന്ന് വന്ന വിജ്ഞാനം മാത്രമേ ഞാൻ ഈ ലോകത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അതല്ലാത്തൊന്നും എന്ത് ചെയ്യൂല, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതൊരു കശ്ഫാണ്, അതൊരു കറാമത്താണ്. അതിന് വഹി എന്ന് പറഞ്ഞ മറ്റൊരു പേര് എന്ത് ചെയ്യോടും, വഹിയാണ്. എന്നാ ഇതേ വർത്തമാനം ആരും പറഞ്ഞു, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ അമാനില്ലതെന്നവർ റസൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉണ്ടാ അപ്പൊ കശ്ഫ്, ഔലിയാക്കളുടെ കശ്ഫ് ഒരിക്കലും കിതാബ് സുന്നത്തിന് എതിരാവൂല. അതുകൊണ്ടല്ലേ ഔലിയാക്കളുടെ കശ്ഫ് ഹുജ്ജത്താണ്, പ്രമാണമാണ്, അതിനെ അംഗീകരിക്കേണ്ടതാണ് എന്ന് ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു സമർത്ഥിക്കുന്നുണ്ട്, സ്ഥിരപ്പെടുത്തുന്നുണ്ട് മഹാനവറുകൾ. കാരണം ഔലിയാക്കൾക്ക് വന്ന വിജ്ഞാനവും കിതാബ് സുന്നത്തായിട്ട് വന്ന വിജ്ഞാനവും ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് കിതാബ് സുന്നത്തായ മുത്തുനബിക്ക് ഇറങ്ങിയതായ വിജ്ഞാനങ്ങൾക്ക് എതിരായിട്ട് ഒരിക്കലും ഔലിയാക്കളുടെ കശ്ഫും കറാമത്തും വരികയില്ല. അതുകൊണ്ട് എന്റെ വിജ്ഞാനങ്ങൾ, ഷഅറാനി ഇമാം പറയാ, ഇമാം ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനങ്ങൾ കശ്ഫിന്റെ മേലും മഅരിഫത്തിന്റെ മേലും എടുക്കപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് അത് കിതാബ് സുന്നത്തുകൾക്ക് എതിരല്ല കേട്ടോ. അതിനെ പ്രാമാണികപരമായി ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി ഫുതുഹാത്തുൽ മക്കിയിൽ പറഞ്ഞ ചില വിജ്ഞാനങ്ങൾ ചില ബാബുകളിലൂടെ ഞാൻ അത് നിങ്ങൾക്ക് സമർത്ഥിച്ച് കാണിച്ചു തരാം. കശ്ഫ് കറാമത്തിലൂടെ ലഭിക്കപ്പെട്ട വിജ്ഞാനമാണ് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളുടേത്. പക്ഷെ ആ കശ്ഫ് കറാമത്ത് ഒരിക്കലും കിതാബ് സുന്നത്തിന് എതിരുമല്ല. എതിരാകാത്ത കാലത്തോളം അതിനെ അംഗീകരിക്കുകയും ചെയ്യാം എന്ന് ശരീഅത്തിന്റെ വിജ്ഞാനങ്ങളിൽ സമുദ്ര സമാനമായ അറിവുള്ള ആളാണ് എന്ന് അപരനാമത്തിൽ അറിയപ്പെട്ട അൽ ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിന് തെളിവായിട്ട് എന്താ പറയുന്നത് നോക്കാം. കമാ അശർനാ റളിയല്ലാഹു അൻഹു തആല ഇലാ ദാലിക ഫിൽ ബാബി സാബിഇ വസിത്തീന വസലാസിമിഅത്തിൻ മിനൽ ഫുതുഹാത്തിൽ മക്കിയ. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും കശ്ഫിന്റെ മേലും കറാമത്തിന്റെ മേലും എടുക്കപ്പെട്ടതാണ്. അതാണ് അതിന്റെ അടിത്തറ. അത് അംഗീകരിക്കേണ്ടതാണ്, തള്ളേണ്ടതല്ല എന്നുള്ളതിന് പ്രാമാണികപരമായിട്ട് മഹാനവറുകൾ ഫുതുഹാത്തിൽ മക്കിയയിൽ പറഞ്ഞ 367 അധ്യായം കൊണ്ട് തന്നെ ഞാൻ സ്ഥിരപ്പെടുത്തി തരാം. അങ്ങനെ കുറെ അധ്യായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 1.5 പേജാണ് ബഹുമാനപ്പെട്ട ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്താണ് 367 പേജിൽ പറഞ്ഞത്? വലൈസ ഇൻദനാ ബിഹംദില്ലാഹി തആല തഖലീദുൻ ഇല്ലാ ലിശ്ശാരിഇ റളിയല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ സ്തുതിയോടുകൂടെ ഞാൻ പറയട്ടെ, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു വർത്തമാനം ഞാൻ പറയട്ടെ. എന്താ? ലൈസ ഇൻദനാ ബിഹംദില്ലാഹി തആല തഖലീദുൻ ഇല്ലാ ലിശ്ശാരിഇ. അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, ശരീഅത്ത് കൊണ്ടുവന്ന പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാതെ മറ്റാരെയും അന്ധമായി പിന്തുടരുന്ന ഒരു തഖ്ലീദ് എനിക്കില്ല. മുത്തുനബിയെ അന്ധമായിട്ട് ശരീഅത്ത് കൊണ്ടുവന്ന മുത്തുനബിയെ അന്ധമായി പിന്തുടരുന്നതായ തഖ്ലീദല്ലാത്ത ഒരു സംഗതിയും എനിക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? തന്റെ അടിസ്ഥാന അവലംബം അള്ളാഹുവിന്റെ വഹിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തുമാണെന്നും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ തെളിവില്ലാതെ അനുകരിക്കുന്ന രീതിയല്ല എന്റെ സമീപനമെന്നും ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി അനുകരിക്കുന്ന ആളാണ് എന്നും അതുകൊണ്ട് എന്റെ കശ്വും എന്റെ മഅരിഫത്തും ഒരിക്കലും മുത്തുനബിയുടെ ശരീഅത്തുമായിട്ട് ഒരിക്കലും എതിരാവുന്നതല്ല എന്ന് മഹാനവറുകൾ ഈ പറയുന്ന സമർത്ഥനത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അതിനെ ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എടുക്കുകയാണ്.
ഇവിടെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നത്. അതായത് കശ്ഫ് എന്ന് പറയുന്നത്, ആത്മീയ തുറവടി എന്ന് പറയുന്നത് സൂഫി പാരമ്പര്യത്തിൽ ആത്മീയ അനുഭവമായി കണക്കാക്കപ്പെടുന്നു എങ്കിലും ഇസ്ലാമിക വിശ്വാസപ്രകാരം ശരീഅത്തിന്റെ അന്തിമ മാനദണ്ഡം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹീഹായ സുന്നത്തുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹീഹായ സുന്നത്തിനും പരിശുദ്ധമായ ഖുർആനിനും എതിരായി വരുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അംഗീകരിക്കപ്പെടേണ്ടതില്ല. അതിന് അനുകൂലമായി വരുന്നതാണോ എന്നാൽ അത് അംഗീകരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് എന്റെ കശ്ഫും കറാമത്തിന്റെ മേലും എടുക്കപ്പെട്ട മഅരിഫത്തിന്റെ മേലും എടുക്കപ്പെട്ട എന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും ലോകത്ത് അംഗീകരിക്കേണ്ടതാണ്. കാരണം എന്റെ കശ്ഫും കറാമത്തും ഒരിക്കലും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായിട്ട് വന്നിട്ടേയില്ല. അങ്ങനെ വന്നതായി സ്ഥിരപ്പെടുത്താനും കഴിയുകയില്ല. അതുകൊണ്ട് കശ്ഫ് കിതാബ് സുന്നത്തുകൾക്ക് അനുകൂലമാകുമ്പോൾ അത് പ്രമാണം തന്നെയാണ് ഔലിയാക്കളുടേത് എന്ന ഒരു പുതിയ തിരിച്ചറിവിലേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ അറിവിലേക്ക് മഹാനവറുകൾ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇനിയും ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനം കശ്ഫ് കറാമത്തിന്റെ മേലെ എടുക്കപ്പെട്ടതാണ് എന്നുള്ളതിന് പ്രാമാണികപരമായ ഫുതുഹാത്തുൽ മക്കിയയിൽ പറഞ്ഞ പ്രാമാണികപരമായ കാര്യങ്ങളാണ് ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.